പരീക്ഷാ ക്രമക്കേടിൽ PSC ആസ്ഥാനം ഉപരോധിച്ച് യുവമോർച്ച ചെയർമാന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറ്റിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. PSC ക്രമക്കേടുകളിലെ അന്വേഷണം ഇഴയുന്നതും ചെയർമാന്റെ ഭാഗത്തെ വീഴ്ചയും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. സമരം തുടരുമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മനു പ്രസാദ് പറഞ്ഞു. PSCയുടെ ചെയർമാനെ പുറത്താക്കണം, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം രാജിവെക്കാൻ തയ്യാറാകണം. അന്വേഷണം സുതാര്യമാക്കണം. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു വിശ്വാസ്യതയും PSCക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് അപ്പോൾ തന്നെ ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഓരോന്നും നോക്കുമ്പോൾ അത് വ്യക്തമാക്കുന്നതാണ്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന രേഖകളൊന്നും തന്നെ കൊടുക്കാൻ PSC തയ്യാറാകുന്നില്ല. അതിനുള്ളിൽ പോയിട്ട് ഒരു അന്വേഷണം നടത്താനുള്ള ഒരു സാഹചര്യവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ക്രൈംബ്രാഞ്ചിന് സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ വിവരാവകാശ നിയമപ്രകാരം ആ കമ്മീഷൻ ഉത്തരവിടുകയാണ് കുട്ടികൾ ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകണമെന്നുള്ളത്. അതും കൊടുക്കാൻ തന്നെ ഇപ്പോൾ PSC തയ്യാറാകുന്നില്ല. അന്വേഷണം തുടക്കത്തിലെ തന്നെ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. കേരളത്തിലെ ഗവൺമെൻറ് ഈ അന്വേഷണം നീതിപൂർവമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യം.